ദില്ലി മദ്യനയ അഴിമതി കേസിൽ അധിക കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ബിആർഎസ് നേതാവ് കെ കവിതയും കേസിൽ പ്രതികളാകും. ആം ആദ്മി പാർട്ടിയെയും പ്രതി ചേർക്കാനാണ് നീക്കം. ഇതിനിടെ തിഹാർ ജയിലിൽ പ്രമേഹ ചികിത്സ ഉറപ്പാക്കണമെന്ന കേജ്രിവാളിന്റെ അപേക്ഷയിൽ വിചാരണ കോടതി ഇന്ന് ഉത്തരവ് പറയും. മദ്യനയ അഴിമതി കേസ് ആം ആദ്മി നേതാക്കളിൽ ഒതുക്കാതെ ആം ആദ്മി പാർട്ടിയെ തന്നെ നിയമക്കുരുക്കിലാക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും കമ്പനി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തി ആം ആദ്മി പാർട്ടിയെ കുറ്റപത്രത്തിൽ പ്രതി ചേർക്കാനാണ് ഇ.ഡി. തീരുമാനം. ഇതിലൂടെ പാർട്ടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടൽ, ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കൽ അടക്കമുള്ള നടപടികൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് ഇ.ഡി. കണക്കുകൂട്ടുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം രാഷ്ട്രീയ പാർട്ടി പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. എന്നാൽ നിയമത്തിന്റെ 70-ാം വകുപ്പ് പ്രകാരം രാഷ്ട്രീയ പാർട്ടി കമ്പനിയാണെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് ഇ.ഡി. വിശദീകരിക്കുന്നു. വ്യക്തികളുടെ സംഘത്തെ കമ്പനിയായി പരിഗണിക്കാമെന്നാണ് 70-ാം വകുപ്പ് പറയുന്നത്. കേസിൽ ബിആർഎസ് നേതാവ് കെ കവിതയെ അറസ്റ്റ് ചെയ്തത് മാർച്ച് 15-നാണ്. PMLA പ്രകാരം 60 ദിവസത്തിനകം കുറ്റപത്രം നൽകേണ്ടതിനാൽ മെയ് 15-നകം കുറ്റപത്രം നൽകാനാണ് ശ്രമം. കെ കവിത, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നിവരടക്കം അധിക കുറ്റപത്രത്തിൽ ചുരുങ്ങിയത് 5 പ്രതികളുണ്ടാകുമെന്നാണ് സൂചന. കേസിൽ ഇതുവരെ 6 കുറ്റപത്രങ്ങളാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഇൻസുലിൻ നൽകാൻ ജയിൽ അധികൃതർക്ക് നിർദ്ദേശം നൽകണം, ഡോക്ടറുമായി വീഡിയോ കോൺഫറൻസ് വഴി ദിവസേന സംസാരിക്കാൻ അനുമതി നൽകണം എന്നിവയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യങ്ങൾ. ഇതിലാണ് വിചാരണ കോടതി ഇന്ന് ഉത്തരവ് പറയുക. തെറ്റായ ഭക്ഷണക്രമം പിന്തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ജാമ്യം നേടാനാണ് കെജ്രിവാളിന്റെ ശ്രമമെന്നാണ് ഇ.ഡിയുടെ വാദം. റിപ്പോർട്ടർ, ദില്ലി.